കണ്ടത് പോലീസിന്റെ അറ്റ്മോസ്റ്റ് ലെവൽ ഓഫ് ബ്രൂട്ടാലിറ്റി ആണ്, റിപ്രഷൻ ആണ്. ലാത്തി ചാർജ്, ടിയർ ഗ്യാസ്, ഇതുപോലെയൊക്കെ. പിന്നെ ഇന്റർനെറ്റിന്റെ കംപ്ലീറ്റ് സസ്പെൻഷൻ. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ കോമ്രേഡ്സിനോടോ സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു മാസത്തോളം ഡൽഹിയിലെ വിവിധ മേഖലകളിൽ പ്രത്യേകിച്ചും ജന്തർ മന്ദിറിലടക്കം നിലനിന്നിരുന്ന പ്രതിഷേധ മാർച്ച് അത് കഴിഞ്ഞ ദിവസം പോലീസ് അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. ഈ പ്രതിഷേധത്തിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിരുന്നത് SFI, ഐസ അടക്കമുള്ള ഇടത് സംഘടനകളായിരുന്നു. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ ജെഎൻയു സർവകലാശാലയുടെ വൈസ് പ്രസിഡന്റും SFI നേതാവുമായിട്ടുള്ള ഗോപിക ബാബു മീഡിയ വണിനോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം സമരം പൂർണ്ണമായും അടിച്ചു തകർത്തു, അതോടൊപ്പം നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തു. ഇനി എങ്ങനെയായിരിക്കും ഒരു സമര മുന്നേറ്റം ഉണ്ടാവുക? രണ്ടാം ഘട്ടം സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുമോ? തീർച്ചയായിട്ടും. കാരണം ഇന്നലെ നമ്മൾ കണ്ടത് പോലീസിന്റെ അറ്റ്മോസ്റ്റ് ലെവൽ ഓഫ് ബ്രൂട്ടാലിറ്റി ആണ്, റിപ്രഷൻ ആണ്. ലാത്തി ചാർജ്, ടിയർ ഗ്യാസ്, ഇതുപോലെയൊക്കെ. പിന്നെ ഇന്റർനെറ്റിന്റെ കംപ്ലീറ്റ് സസ്പെൻഷൻ. നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളോടോ അല്ലെങ്കിൽ കോമ്രേഡ്സിനോടോ സംസാരിക്കാൻ പോലും പറ്റാത്തൊരു അവസ്ഥയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ലെവൽ ഓഫ് പ്ലാനിങ് ഇവർക്ക് ചെയ്യേണ്ടി വന്നത്, ഇത്രയും അധികം ആൾക്കാർ ഈ ഒരു മൂവ്മെന്റിന് സോളിഡാരിറ്റി പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നതും, സ്ട്രീറ്റ്സിൽ തന്നെ ഡൽഹിയിൽ ഇത്ര മോർ ദാൻ ലാക്സ് ഓഫ് പീപ്പിൾ ജോയിൻഡ് ഫോർ ദ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇതിൽ തന്നെ മനസ്സിലാക്കാം വാട്ട് ഈസ് ദ ലെവൽ ഓഫ് ആന്റി ഇൻകംബൻസി, വാട്ട് ഈസ് ദ ലെവൽ ഓഫ് മിസ്ട്രസ്റ്റ് ടുവേർഡ്സ് ദ മോദി ഗവൺമെന്റ്. അപ്പോൾ ആ ഒരു സെന്റിമെന്റിനെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് തന്നെ ഈ നീറ്റ് വിഷയത്തിലും റീനീറ്റ് വിഷയത്തിലും UGC നെറ്റ് പോലെയുള്ള എക്സാമിന്റെ PDF ഓൾറെഡി പബ്ലിക് ഡൊമെയിനിൽ വന്നതിന്റെ വിഷയത്തിലായിക്കോട്ടെ, ഓവറോൾ ഒരു എഡ്യൂക്കേഷൻ സെക്ടറിൽ റിഫോം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു മൂവ്മെന്റിനെ സെക്കൻഡ് സ്റ്റേജിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. CJPയുടെ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ അതിനകത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വെറും പാറ്റകൾ എന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് തന്നെയാണ് ഒരു വലിയ കടലായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ജൻസികളുടെ പ്രതിഷേധം അത് ശരിക്കും വിജയിച്ചു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിന് ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? CJPയുടെ ഒരു റൈറ്റ് ടൈമിൽ ഒരു റൈറ്റ് ഇന്റർവെൻഷൻ ആണ്. ഒരു ഔട്ട്റേജ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് റേജിനെ ചാനലൈസ് ചെയ്യാൻ ആ ഒരു പ്രത്യേക സമയത്ത് അഭിജിത് ദിപ്കയ്ക്കും അവരുടെ ടീമിനും സാധിച്ചു. ആ ഒരു സെന്റിമെന്റ് പക്ഷേ സ്റ്റുഡൻസിൻ്റെ ഉള്ളിൽ വളരെയധികം വർഷങ്ങളായിട്ട് ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സെന്റിമെന്റ് ആണ്. അവർ എഴുതുന്ന എല്ലാ എക്സാമുകളും ഈതർ ക്യാൻസൽ അല്ലെങ്കിൽ റീ എക്സാമിനേഷനിൽ ഒരു ഘട്ടത്തിൽ പോകുമ്പോൾ ഓൾറെഡി അവരുടെ വിത്തിനായിട്ടുള്ള ഒരു റേജും ആങ്കറുമാണ് ചാനലൈസ് ആയി പറ്റത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു ഇന്റർവെൻഷൻ കാരണം. ആ ഒരു ഇന്റർവെൻഷനിലാണ് ബാക്കി ലെഫ്റ്റ് ഓർഗനൈസേഷൻസും സോളിഡാരിറ്റി നൽകിയത്. അപ്പോൾ ആ ഒരു കരുത്തേറ്റ മൂവ്മെന്റ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ദർ ഇസ് എ ലോട്ട് ഓഫ് പേരൻസ്, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആൻഡ് അതർ കോമൺ സിറ്റിസൻസ് ഹു ആർ നോട്ട് സ്റ്റുഡൻസ് ഹു ആർ കമ്മിങ് ഔട്ട് ഇൻ സപ്പോർട്ട് ഓഫ് ദിസ് മൂവ്മെന്റ്. അപ്പോൾ ആ ഒരു എനർജീനെ ചാനലൈസ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ പ്രവർത്തനം. അതുതന്നെയാണ് രണ്ടാം ഘട്ട സമരത്തിലും സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ SFIയും ഐസ അടക്കമുള്ള ഇടത് വിദ്യാർത്ഥി സംഘടനകൾ നൽകുമെന്നുള്ളതാണ് ഗോപിക ബാബു വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഇമ്രാൻ അൻസാരിക്കൊപ്പം റഷീദ് ബിൻ മുഹമ്മദ്, മീഡിയ 1.